لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين والحقنا بالصالحين ആമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു കാര്യം മനുഷ്യന്റെ ദേഹശുദ്ധീകരണം, രണ്ട് മനുഷ്യന്റെ മനസ്സിന്റെ ശുദ്ധീകരണം. രണ്ട് കാര്യങ്ങൾക്കിടയിലാണ് നോമ്പ് നടക്കുന്നത്. ഒന്ന് മനുഷ്യന്റെ ദേഹശുദ്ധീകരണം. എങ്ങനെ ഈ ദേഹശുദ്ധീകരണം ഉണ്ടാവുക? ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യവാനായ മുഹമ്മദ് നബി ജീവിതത്തിന്റെ ഭൂരിഭാഗവും പട്ടിണി കിടക്കുക ചെയ്തത്. ഭക്ഷണം മനുഷ്യനെ നാശാക്കും. ദുർമേധസ്സുകൾ മനുഷ്യനിൽ വർദ്ധിക്കും. അവന്റെ ആക്കള് കുറയും. മനുഷ്യന്റെ ആക്കളിന് മൂർച്ച ഉണ്ടാവണമെങ്കിൽ മനുഷ്യന്റെ വില എന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധിയുടെ വിലയാണ്, തടിയുടെ വിലയല്ല. ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫിആദുഹു ഫമാ ബഖിയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമീന. കവി. ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു. മനുഷ്യന്റെ പകുതി അവന്റെ നാവും പകുതി അവന്റെ ഹൃദയവുമാണ്. രണ്ട് പകുതി കഴിഞ്ഞാൽ പിന്നൊന്നുമില്ലല്ലോ. ഫമാ ബഖിയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. പിന്നെ മാംസത്തിന്റെയും രക്തത്തിന്റെയും കോലം മാത്രമേ ബാക്കിയുള്ളൂ. അതിനൊരു വിലയില്ല. രക്തം നജസാണ്. മാംസം, മനുഷ്യന്റെ മാംസത്തിന് ₹1 വില ലോകത്തെക്കാലം വരെ ആരും കൊടുത്തിട്ടില്ല. മനുഷ്യനെ കൊണ്ട് അല്ലാഹു തആല നോമ്പ് നോൽപ്പിക്കുന്നത് രണ്ട് കാര്യത്തിലാണ്. ഒന്നവന്റെ ദേഹശുദ്ധീകരണം. എന്താ ദേഹം ശുദ്ധീകരിച്ചാൽ ഉണ്ടാവുക? അവന്റെ ആഖില് കമാലിയത്തിലാവും. അപ്പോൾ അവൻ യഥാർത്ഥ മനുഷ്യനാവും. അവൻ യഥാർത്ഥ മനുഷ്യനായിത്തീരും. നല്ല ആഖിൽ അവനുണ്ടാവും. അപ്പോൾ അവൻ യഥാർത്ഥ മനുഷ്യനായിത്തീരും. ഒന്ന് അവന്റെ ദേഹശുദ്ധീകരണമാണ്. ശ്രദ്ധിക്കുക. ഒന്ന് അവന്റെ ദേഹശുദ്ധീകരണമാണ്. രാത്രി ഭക്ഷണത്തിന്റെ സമയമല്ല. ബുദ്ധിയുള്ള ഒരാൾ രാത്രി ഭക്ഷണം കഴിക്കില്ല. കാരണം സൂര്യനും ഭക്ഷണവും തമ്മിൽ വളരെ വലിയ ബന്ധമാണ്. ഈ കാണുന്ന പ്രകൃതിയിൽ കാണുന്ന മരങ്ങൾക്കെല്ലാം അതിന്റെ അന്നജം നേടി വളർച്ച നേടണമെങ്കിൽ അതിനെന്ത് വേണം? സൂര്യപ്രകാശം വേണം. സസ്യശാസ്ത്രത്തിൽ നമ്മൾ പഠിച്ച ഒരു സത്യമാണ്. ഒരു അടച്ചിട്ട മുറിയിൽ വെച്ച ഒരു ചെടിക്ക് വളരാൻ കഴിയില്ല. ചെടിച്ചട്ടിയാണെങ്കിലും കുറച്ചു നേരെങ്കിലും എന്ത് ചെയ്യണം? പുറത്തേക്കെടുത്തു. സൂര്യപ്രകാശമാണ് അന്നജത്തിനെ ശരീരത്തിന്റെ കോശങ്ങളിൽ എത്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത്? സൂര്യൻ. ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ മറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പകൽ കഴിച്ചതിന്റെ ഡൈജഷൻ നടക്കും എന്നല്ലാതെ രാത്രി അന്നം നേടുന്ന ഒരു നേരമല്ല. ഖുർആൻ പറഞ്ഞത് വജഅൽനാ നൗമകും സുബാത വജഅൽനാ ലൈല ലിബാസ വജഅൽനാ നഹാറ മഅശ. ഭക്ഷണത്തിന് അന്നം നേടേണ്ടതും കഴിക്കേണ്ടയും നേരം എപ്പോഴാണ്?
പകലാണ്. പകലാകട്ടെ ഭക്ഷണത്തെ ഒഴിവാക്കി, രാത്രി ഭക്ഷണത്തിന്റെ സമയവുമല്ല. രണ്ട് നേരത്താണ് നോമ്പ് കാലത്ത് ഭക്ഷണം കഴിക്കുന്നത്. ഒന്ന് അസ്തമിച്ചാൽ ഉടനെ, അപ്പോൾ സൂര്യൻ ചക്രവാളത്തിന്റെ പരിധിയിലുണ്ട്. രണ്ട് സുഹൂറിന്റെ നേരത്ത്, അപ്പോൾ സൂര്യൻ കിഴക്കൻ ചക്രവാളത്തിലേക്ക് അടുത്തിട്ടുമുണ്ട്. അതിനിടയിൽ ഒരു തീറ്റയില്ല. അപ്പോൾ അവിടെയും സൂര്യനുമായി ബന്ധപ്പെട്ടതാണ് ഭക്ഷണം. രാത്രി ഭക്ഷണത്തിന് നേരമല്ല, പകലെന്തുമില്ല, ഭക്ഷണവും ഇല്ല. അപ്പോൾ മനുഷ്യനെ പൂർണ്ണമായി ശാരീരികമായി ശുദ്ധീകരിക്കാൻ നോമ്പിന് കഴിയും. ശരീരം സലീമായാൽ അഖ്ല് സലീമാവും. അൽ അഖ്ലു സലീമു മിനൽ ജിസ്മി സലീം. ശുദ്ധീകരിക്കപ്പെട്ട ശരീരത്തിലാണ് ശുദ്ധീകരിക്കപ്പെട്ട ബുദ്ധി ഉണ്ടാവുക. അൽ അഖ്ലു സലീമു മിനൽ ജിസ്മി സലീം. അപ്പൊ നോമ്പിലൂടെ നേടുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന് മനുഷ്യന്റെ ശരീര ശുദ്ധീകരണം തന്നെയാണ്. ആവശ്യമില്ലാത്ത കഴിക്കൽ ഒഴിവാക്കുക. സൂമു തസ്യഹു, നോമ്പ് നോറ്റാൽ ആരോഗ്യം നേടാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. സൂമു, നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, തസ്യഹു, നിങ്ങൾ ആരോഗ്യവാന്മാരാവുക എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. മനുഷ്യന്റെ ആരോഗ്യത്തെ നന്നാക്കിയാൽ മനുഷ്യന്റെ അഖ്ലും നന്നാവും ഒരളവോളം. അൽ അഖ്ലു സലീമു മിനൽ ജിസ്മി സലീം. ഇസ്ലാം ബുദ്ധിയുടെ മതമാണ്. അതുകൊണ്ടാണ് മദ്യപാനം പല മതങ്ങളും ഇസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം അനുവദിച്ചിട്ടും ഇസ്ലാം അനുവദിക്കാത്തത്. അതുകൊണ്ട് ചില ഗുണങ്ങളൊന്നും ഇല്ല എന്നൊന്നും ഇസ്ലാമിന് അഭിപ്രായവുമില്ല. പക്ഷെ അത് അഖ്ലിന്റെ പ്രവർത്തനത്തിനെതിരാവും. ഇസ്ലാം ശരീരത്തിനല്ല പ്രാധാന്യം നൽകുക, അഖ്ലിനാണ്. ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു ഫമാ ബഖയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി എന്നാണ്. ലിസാനുൽ ഫതാ നിസ്ഫുൻ, കണ്ടെത്തിയ കാര്യങ്ങൾ പറയാനുള്ള നാവാണ് മനുഷ്യന്റെ ഒരു പകുതി. ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു, രണ്ട് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ ഉൾക്കൊണ്ട ഹൃദയമാണ് പകുതി. രണ്ട് പകുതി കഴിഞ്ഞാൽ പിന്നൊന്നുമില്ലല്ലോ. ഫമാ ബഖിയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി, പിന്നെ രക്തത്തിന്റെയും മാംസത്തിന്റെയും രൂപം മാത്രമേ ഉള്ളൂ. അതിനൊരു വിലയോ ഇല്ല. രക്തം നജസാണ്, മാംസം മനുഷ്യന്റേതാണെങ്കിൽ ഒരു പണത്തൂക്കം പോലും വിലയില്ലാത്തതുമാണ്. അപ്പോൾ ആകെ മനുഷ്യ ശരീരത്തിൽ പ്രധാനമുള്ളത് എന്തിനാണ്? ബുദ്ധിയോട് ബന്ധപ്പെട്ടത്. ബുദ്ധിയാണ് അവിടുത്തെ പ്രധാനം. ബുദ്ധിയിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ പുറത്ത് പറയാനുള്ള ഉപകരണമാണ് നാവ്. ബുദ്ധിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ളതാണ് ഹൃദയം. ഇതാണ് മനുഷ്യന്റെ ഒരു ബേസ്, ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനമാണ്. അപ്പോൾ മനുഷ്യനെ ശാരീരികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിക്കുക, ശാരീരികമായി നിയന്ത്രിക്കുക. രാത്രി തീറ്റയുടെ നേരമല്ല, പകൽ തീറ്റയും ഇല്ല. അവൻ നിയന്ത്രിച്ചു. ശരീരത്തെ പൂർണ്ണമായി ശുദ്ധീകരിച്ചു. അതൊരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസം. അപ്പോൾ അതവന്റെ രീതിയാവും. പിന്നെ അതവന്റെ രീതിയാവും. ഒന്നിങ്ങനെ ഒരു പരിധി വെച്ച് ഇങ്ങനെ ഒരു പരിധി വെച്ചാൽ പിന്നെ അവന്റെ രീതിയായി മാറും. അതൊക്കെ അവന്റെ രീതിയായി മാറും. അതാണ്. രണ്ടാമത് നോമ്പിന്റെ മർമ്മം എന്ത്? അതാണ് നോമ്പിന്റെ ട്രാക്ക്. നോമ്പിന്റെ കർമ്മല്ല, നോമ്പിന്റെ ട്രാക്ക്. നിങ്ങളിന്റെ കൂടെ ഇരുന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ.
നോമ്പിന്റെ ട്രാക്ക്, നോമ്പിന്റെ കർമ്മം എന്താണെന്നറിയോ? അക്കലും അക്കലിനോട് ബന്ധപ്പെട്ടതുമാണ് മനസ്സ്, ഹൃദയം, ബുദ്ധി, മനസ്സ്. ഹൃദയവും മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടു കാര്യം. ഒന്ന് ബുദ്ധി, ഒന്ന് മനസ്സ്. മനസ്സിലായില്ല? ഹൃദയത്തിന്റെയും മസ്തിഷ്കത്തിന്റെയും ഇടയിൽ വർക്ക് ചെയ്യുന്നതാണ് രണ്ടെണ്ണം. ഒന്ന് ബുദ്ധി, അതിന് ഹൃദയവുമായി ബന്ധമുണ്ട്, മസ്തിഷ്കവുമായി ബന്ധം. അതേസമയത്ത് മനസ്സ് അതും അങ്ങനെയാണ്. ഹൃദയവുമായും മസ്തിഷ്കവുമായും ബന്ധമുള്ളതാണ് ബുദ്ധിയും മനസ്സും. ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ബുദ്ധിയും മനസ്സും അതിന്റെ യഥാർത്ഥ നിലപാടിൽ നിൽക്കും. അപ്പോൾ അതിന് കണ്ടെത്തേണ്ടത് കണ്ടെത്താൻ കഴിയും. എന്താ കണ്ടെത്താനുള്ളത്? കണ്ടെത്താനുള്ളത് വിനയമാണ്. അതാണ് നോമ്പിന്റെ ലാഭം. എനിക്ക് പഠിച്ചത് ഒന്നും കൂടി പഠിക്കാനേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടിയല്ല. നിങ്ങൾ ഉറങ്ങാണെന്ന് എനിക്കറിയാം, നിങ്ങൾ ഉറങ്ങാണെന്ന് എനിക്കറിയാം. കോഴിക്കോട്ടെ ക്ലാസ്സിൽ പിന്നെ ഒരു കാര്യമുണ്ട്, അത് അപ്പം തന്നെ ഒരു പിടിച്ചെടുത്തിട്ട് ഒരു 2 മണിക്കൂർ അപ്പോഴും നെറ്റ് കയറ്റി കൊടുക്കും. കാരണം ഇവർക്കിത് വേണ്ടെങ്കിലും നാട്ടുകാരെങ്കിലും കേട്ടോണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ പിന്നെ അങ്ങനത്തെ സംവിധാനം ഇല്ലാത്തതുകൊണ്ടുള്ളൊരു വേദനയും കൂടി എനിക്കുണ്ട്. കോഴിക്കോട് അങ്ങനെയുണ്ട്. കോഴിക്കോട് ഒരു ദിവസം നടത്തിയ ക്ലാസ് അടുത്ത ആഴ്ച ആകുമ്പോൾ 10,000-കണക്കിന് ആളുകൾ കേൾക്കും. മുഖ്യനബിയുടെ ഹൃദയം ഉറങ്ങൂല. അന്തം നാട്ടിലൊക്കെ ഉണ്ട്, നിങ്ങൾക്കില്ലെങ്കിൽ കേരളത്തില് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നെറ്റ് കയച്ചു ആയിക്കോട്ടെ. അതിന് 100 മാർക്കാണ്. കാരണം എന്താ അറിയോ? ഇത് പിടിച്ചു വെക്കണ ആളെക്കാൾ ഉഷാറുള്ള ആള് അപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ നിങ്ങളെപ്പോലത്തെ ബുദ്ധൂസുകൾക്ക് മുന്നിൽ പറയുന്നേ ഉള്ളൂ. ഇതിൽ ചില കാര്യങ്ങൾ അടിഞ്ഞു കിടക്കുന്നുണ്ട്. നോമ്പിന്റെ ലാഭം എന്താണെന്നറിയോ? നോമ്പിന്റെ ലാഭം എന്താണ്? വിനയാണ്. അതിന് ബുദ്ധി അതിന്റെ നിലവാരത്തിൽ നിൽക്കണം, മനസ്സ് നിലവാരത്തിലേക്ക് ഇറങ്ങി വരണം. അപ്പോൾ മനുഷ്യൻ അവനെ കണ്ടെത്തും. ആ കണ്ടെത്തൽ ഞാൻ ഒന്നുമല്ല. അപ്പോൾ അവന്റെ സ്രഷ്ടാവിനെയും കണ്ടെത്തും, അവനെല്ലാം ആണെന്നാണ്. ഇതാണ് വിനയം. അതുകൊണ്ടാണ് നോമ്പിന്റെ ആയത്തിന്റെ നടുവിൽ ദുആന്റെ ആയത്ത് കൊടുത്തത്. നോമ്പിന്റെ ആയത്ത് അൽ-ബഖറ 183 നോമ്പ് നോൽക്കുവീൻ. അൽ-ബഖറ 184 രോഗമാണെങ്കിൽ പ്രയാസമില്ല, രോഗത്തിലാണെങ്കിൽ യാത്രയിലാണെങ്കിൽ നോമ്പ് നോൽക്കേണ്ടതില്ല. 185 നിങ്ങളെ പ്രയാസപ്പെടുത്താൻ അള്ളാഹുവിന് ഉദ്ദേശമില്ല. 186 പടച്ചവനെ അന്വേഷിക്കുന്നവർക്ക് പടച്ചവൻ അടുത്തുണ്ട്. 187 രാത്രികാലങ്ങളിൽ ഭാര്യമാരെ സമീപിക്കാം. 5 ആയത്താണ് ഖുർആനിൽ നോമ്പുമായി ബന്ധപ്പെട്ട ആയത്ത്. കഴിഞ്ഞു. 183 നോമ്പ് നോൽക്കുവീൻ. 184 രോഗത്തിലോ യാത്രയിലോ ആണെങ്കിൽ മറ്റു മാസങ്ങളിൽ വീട്ടിയാൽ മതി. 185 നിങ്ങളെ പ്രയാസപ്പെടുത്തണമെന്ന് അള്ളാഹുവിന് ഉദ്ദേശമില്ല. 186 അടിമകൾ ഉടമക്കാരനെ അന്വേഷിച്ചു വന്നാൽ ഉടമക്കാരൻ അടുത്തുണ്ടാവും. 187 രാത്രികാലങ്ങളിൽ എണ്ണകളെ സമീപിക്കാം. കഴിഞ്ഞു. ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഇതാണ് നോമ്പ്. നോമ്പ് അനുഷ്ഠിക്കുവീൻ എന്ന് പറയാൻ ഒരായത്ത്, നോമ്പ് അനുഷ്ഠിക്കുക
അന്വേഷിക്കേണ്ട എന്ന് പറയാൻ രണ്ടായത്. ഇതിലൊന്നും പെടാതെ ഓണത്തിൽ കൂട്ടച്ചൂടം എന്ന് പറയും പോലെ ഒരാഴ്ച അടിമകൾ ഉടമക്കാരനെ അന്വേഷിച്ചു വന്നാൽ ഉടമക്കാരൻ അടുത്തുണ്ടാവും. ഇണകളെ പറ്റി പറയാൻ ലാസ്റ്റിലായിട്ട് കഴിഞ്ഞു, ക്ലോസായി. പിന്നെ നോമ്പിന്റെ ഫളായില് ചില സൂറത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുലു വഷ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫീ അയ്യാമിൽ ഖലിയ, നിങ്ങൾ പഴയ കാലത്ത് പട്ടിണി കിടന്നതിന് പകരമായി സ്വർഗത്തിൽ ആസ്വദിച്ചോളൂ എന്ന് പരലോകത്ത് വെച്ച് പറയപ്പെടും. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. എന്റെ നോമ്പ് നോറ്റോളും നിങ്ങൾ നല്ല ഉഷാറിലിരിക്കണം. നിങ്ങൾ നല്ല ഉഷാറിലിരിക്കണം. മനസ്സിലാവുന്നില്ലേ? 183 നോമ്പ് നോൽക്കുക എന്ന് പറയാൻ 183. 184ന്റെ സംഗ്രഹ സാരാംശമാണ് പറയുന്നത്, പദാനുപദ തർജ്ജമയല്ല. 184ന്റെ സംഗ്രഹ സാരാംശം, രോഗത്തിലോ യാത്രയിലോ ആണെങ്കിൽ തത്തുല്യമായ ദിവസങ്ങൾ മറ്റു മാസങ്ങളിൽ വീട്ടിയാൽ മതി. 185 ആമുഖത്തിൽ ഖുർആൻ ഇറങ്ങിയ മാസം എന്ന് പറഞ്ഞു. പിന്നെ അടിയിൽ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, നിങ്ങളെ പ്രയാസപ്പെടുത്തണമെന്ന അള്ളാഹുവിന്റെ ഉദ്ദേശമേ ഇല്ല, നിങ്ങളെ ലഘൂകരിക്കാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. 186 ഇതിലൊന്നും പെടാത്തത് പോലെ പറഞ്ഞു. അടിമകൾ ഉടമക്കാരനെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ ഉടമക്കാരൻ അടുത്തു തന്നെയുണ്ടെന്ന് പറഞ്ഞേക്കുക. 187 ഇണകളെ വർജിക്കണമെന്ന് പറയുമ്പോൾ ഭാര്യക്കും ഭർത്താവിനും പ്രയാസമാണല്ലോ. നിങ്ങൾ അവളെ ചുറ്റിയവരും അവൾ നിന്നെ ചുറ്റിയവരുമായ വസ്ത്രം പോലെയല്ലേ, ഉടയ വസ്ത്രം പോലെയല്ലേ. പെണ്ണ് പുരുഷന്റെ നഗ്നതയെ ചുറ്റിയവളും ഉടയ വസ്ത്രം പോലെയും, പുരുഷൻ പെണ്ണിന്റെ ശരീരത്തെ ചുറ്റിയ ഉടയ വസ്ത്രം പോലെയുമല്ലേ ഉന്നലിബാസുല്ലക്കും. അപ്പോൾ ഇണകളുമായി നിങ്ങൾ സഹവസിച്ചുകൂടാ എന്ന് ശാരീരിക സഹവാസത്തെ പറ്റി പറയുമ്പോൾ വിഷമമായല്ലോ, അള്ളാഹുവിനെ അറിയാമല്ലോ. എങ്കിലും നിങ്ങൾ രാത്രി കാലങ്ങളിൽ അവരെ സമീപിക്കാമല്ലോ, സാരല്ല. കഴിഞ്ഞു. ചാറ്റും ക്ലോസ് ചെയ്തു. ഇനി ഒന്നുമില്ല. കഴിഞ്ഞ് നോമ്പ് കഴിഞ്ഞ് തന്നെ നോമ്പ്. നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ സാരല്ല എന്ന് പറയാൻ കാരണം രണ്ടെണ്ണം. ഒന്ന് പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യേണ്ട കർമ്മമാണിത്. ഭക്ഷണം ഹാജരാകുന്നിടത്ത് നിസ്കരിക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. മൂത്രിക്കാനോ കാഷ്ടിക്കാനോ ഉണ്ടെങ്കിൽ നിസ്കരിക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. ഭയങ്കര വർത്താനായിട്ട്. എന്തുകൊണ്ട്? ഇതാ ഇഖാമത്തും കൊടുത്തു, ഭക്ഷണം കൊണ്ടുവന്നു, നിങ്ങൾ തുടങ്ങേണ്ടത് ഭക്ഷണം. ആദ്യം കഴിക്കേണ്ടത് ഭക്ഷണം, പിന്നെ സ്കെച്ചാൽ മതി. എന്തുകൊണ്ട്? എന്താ വിശന്നിരിക്കുന്ന സമയമാണ്, ഇഖാമത്തിന്റെ നേരമായി, ഭക്ഷണവും കൊണ്ടു എങ്കിൽ നിങ്ങൾ തുടങ്ങേണ്ടത് ഭക്ഷണം കൊണ്ടാണ്. ഇല്ലെങ്കിലോ മനസ്സോടെ ഉണ്ടാവില്ല. മനസ്സവിടെ ഇരിക്കും. അള്ളാഹ്ക്ക് വേണ്ടത് മനസ്സാണ്.
യാത്രക്കാരൻ ബുദ്ധിമുട്ടി നോമ്പ് വെച്ചാൽ മനസ്സ് നോമ്പിലുണ്ടാവില്ല. രോഗക്കാരൻ ബുദ്ധിമുട്ടി നോമ്പ് അനുഷ്ഠിച്ചാൽ മനസ്സവിടെ ഉണ്ടാവില്ല. മനസ്സ് പ്രയാസത്തിലേ ഉണ്ടാവുള്ളൂ, മനസ്സ് പടച്ചോനെടുത്തുണ്ടാവില്ല. പിന്നെ പ്രയാസപ്പെടണ്ടേ? യാത്രക്കാരൻ യാത്ര തന്നെ പ്രയാസമല്ലേ, പിന്നെന്തിനാ നോമ്പ്? പ്രയാസപ്പെട്ടാലല്ലേ പടച്ചോനെ തിരിയുള്ളൂ. ആണ്, പക്ഷെ യാത്ര പ്രയാസാണല്ലോ. അസഫർക്ക് കാറ്റുമിന അലാബ്. സഫർ എന്നത് ഒരു ശിക്ഷയുടെ ഭാഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ. യാത്ര തന്നെ ഒരു പ്രയാസാണ്, പിന്നെന്തിനാ പ്രയാസത്തിന്മേൽ പ്രയാസം? യാത്രക്കാരൻ പടച്ചവന്റെ കൂടെ ഉണ്ട്. എന്തുകൊണ്ട്? അവൻ എന്തിനാണ്? യാത്ര പ്രയാസല്ലേ, അവന്റെ പടച്ചോൻ കാണുന്നുണ്ടല്ലോ. ഇനി ഒരു പ്രയാസം കൊടുത്താൽ പടച്ചോന്റെ അവനെ പിന്തിരിപ്പിക്കലോ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. യാത്രക്കാരൻ പടച്ചോനെ കാണുന്നുണ്ട്, കാരണം അവൻ എന്തിലാണ്? യാത്രയില്ല. യാത്ര ഒരു പ്രയാസമാണ്. ഇനി നോമ്പിന്റെ ഒരു പ്രയാസം കൂടിയാണ് കൊടുത്താൽ അത് പടച്ചോനെടുത്തുന്ന അവനെ പിന്തിരിപ്പിക്കലോ. അതുകൊണ്ട് അവന് പ്രയാസം ഉണ്ടല്ലോ, കാരണം അവൻ എന്തിലാണല്ലോ. എന്തിനാണ്? യാത്രയിലല്ലേ. അസഫറുക്ക് തഅത്തും മിനൽ അദാബ്. യാത്ര ശിക്ഷയുടെ ഭാഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ. രോഗക്കാരൻ പ്രയാസത്തിലാണല്ലോ. ഇങ്ങനത്തെ ഒരു പ്രയാസം. പ്രയാസത്തിലാവുമ്പോൾ സ്വാഭാവികമായും അവൻ അവിടെ ഉണ്ട്, അള്ളാന്റെ അടുത്തുണ്ട്. ഇനി അവന് വേറെ പ്രയാസത്തിൽ കൂടി കൊടുത്താൽ അവൻ അള്ളാന്റെ അടുത്ത് പിന്തിരിഞ്ഞു പോലെ ഉണ്ടാവും. അതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അതുകൊണ്ടാണ് നോമ്പ് നോറ്റോളൂ എന്ന് പറയാൻ ഒരായത്ത് കൊടുത്തിട്ട് യാത്രക്കാരനെയും രോഗിയെയും ഒഴിവാക്കാൻ രണ്ടായത്ത് കൊടുത്തു. 184 വമൻകാന മിൻകും മരീളൻ, 185 വമൻകാന മരീളൻ. നിങ്ങൾ രോഗിയായാൽ 184, അവൻ രോഗിയായാൽ 185. പിന്നെ ഇതിലൊന്നും പെടാത്തത് പോലത്തെ ഒരു വർത്താനം പറഞ്ഞു. അടിമകൾ ഉടമക്കാരനെ അന്വേഷിച്ചാൽ ഉടമക്കാരൻ അടുത്തുണ്ടാവുന്നു. നമുക്ക് തോന്നും ഇതിൽ പെട്ടുന്നല്ല. സത്യത്തിൽ ഇതിനു വേണ്ടിയാണ് എന്ത് കൊടുത്ത്? നോമ്പ് കൊടുത്തത്. അടിമ ഉടമക്കാരനെ അന്വേഷിക്കാൻ വേണ്ടിയാണ് എന്ത്? നോമ്പ്. ദുർമേധസ്സൊക്കെ കുറഞ്ഞ് ചീത്ത തീറ്റൊക്കെ അവസാനിച്ച് പള്ളൊന്ന് മര്യാദക്കാരാൽ ആ അക്കിലിങ്ങോട്ട് പൊന്തി വരും. മനസ്സ് അക്കിലിന്റെ കൂടാൻ വരും. അപ്പോൾ അവൻ ആരെ കാണും? അള്ളാനെ കാണുമ്പോൾ അള്ളാൻ അന്വേഷിക്കും. അതിനാണ് ദുആ എന്ന് പറയുന്നത്. ഖുർആനിലെ ആയത്ത് ദുആയാണ് ഇത്. അത് റമളാനിലാണ് കൊടുത്തത്. ദുആന്റെ മാസമാണ് എന്ത്? റമളാൻ. പട്ടിണി കിടക്കൽ ട്രാക്കാണ്, ദുആ കർമ്മമാണ്. പട്ടിണി കിടക്കൽ ട്രാക്കാണ്, ദുആ കർമ്മമാണ്. പട്ടിണി കിടക്കൽ എന്നതൊരു ട്രാക്കാണ്, പാളം എന്നതൊരു ട്രാക്കാണ്. വണ്ടി എന്നുള്ളത് മംഗലാപുരത്തെ അന്വേഷിച്ച് പായാണ്. മിണ്ടാതെ ഇരിക്കും കുറച്ചേരം, മിണ്ടാതെ ഇരിക്കും കുറച്ചേരം, കുറച്ചേരം മിണ്ടാതെ 5 മിനിറ്റ്. ഞാൻ നിങ്ങൾ പഠിച്ച വലിയ വ്യത്യാസത്തിലാണ്. അപ്പൊ ഞാൻ എന്റെ ഒപ്പം നിങ്ങൾക്ക് പായാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ലേശം നേരം എന്റെ കൂടെ വരുന്നേ തീരും. പിന്നെ നമുക്ക് ഒന്നിച്ച് പായാം. ആരാണ് തീവണ്ടി? മനസ്സ്. ഏതാ ലക്ഷ്യം? അല്ലാഹു. ട്രാക്ക് എന്താണ്? പാളം എന്താണ്? നോമ്പ്. മനസ്സിലായില്ല? പാളമാണ് എന്ത്? എന്താണ് ഉറങ്ങുന്നത്? പാളമാണ് എന്ത്? നോമ്പ്. പാളമാണ് നോമ്പ്. ഈ പാളത്തിൽ കൂടി ഓടുന്ന വണ്ടിയാണ് ആര്?
എന്തന്വേഷിച്ചാ പറയുന്നത്? അതാണ് മംഗലാപുരം. അതിനാണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്? പട്ടി നടക്കാം. പാലല്ലാതെ വണ്ടിക്ക് പായാൻ പറ്റില്ല. ഇതാണ് നോമ്പ്. ഇതിൽ എവിടെ പൊട്ടിയാലും നോമ്പ് പൊട്ടും. തീറ്റ പൊട്ടിയാൽ നോമ്പ് പോയി. കാരണം അക്കലിന് വർക്ക് ചെയ്യാൻ കഴിയില്ല. മനസ്സ് അക്കലിനോട് ചേരില്ല. തീറ്റ കൂടിയാൽ പൊട്ടും. മനസ്സില്ലെങ്കിൽ പൊട്ടും. ലക്ഷ്യമില്ലെങ്കിൽ പൊട്ടും. പാളമാണ് എന്ത്? നോമ്പ്. എന്താ നോമ്പ്? ഭക്ഷണം ഒഴിവാക്കുക, പാനീയം ഒഴിവാക്കുക. അതാണ് പാളം. അതിലൂടെ ഇതിന് ഊർജം കിട്ടും. ദുർമേധസ്സൊക്കെ പോകും. തലച്ചോറ് യഥാർത്ഥ ട്രാക്കിലേക്ക് തിരിച്ചു വരും. തലച്ചോറിനൊപ്പം മനസ്സും വരും, ബുദ്ധിയും വരും. ഹൃദയത്തിൽ നിന്ന് മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പമ്പ് ചെയ്യുന്ന പമ്പിങ്ങിന് കൂടുതലുണ്ടാവില്ല, കുറയിലുണ്ടാവില്ല. മിതമായ സർക്കുലേഷൻ ആവും. മിതമായ സർക്കുലേഷൻ നടക്കുമ്പോൾ ബുദ്ധി മിതമായി ഇങ്ങനെ കയറി വരും. ബുദ്ധി ഇങ്ങനെ കയറി വരും. അപ്പോൾ മനസ്സ് യഥാർത്ഥത്തിലേക്ക് തിരിച്ചു വരും. മനസ്സാണ് വണ്ടി. മനസ്സിനെ അന്വേഷിക്കണം. അടിമ അന്വേഷിച്ചിറങ്ങണം. ഏത് കാലത്ത്? നോമ്പ് കാലത്ത്. അന്നി ആരെപ്പറ്റി? അതാണ് പായണം. ഇതന്നെ മംഗലാപുരം. മംഗലാപുരം ആര്? അല്ലാഹു. ഇതാണ് ട്രാക്ക്. ട്രാക്കാണ് നോമ്പ്. ചിലപ്പോൾ ഓടാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാകാം. എങ്ങനെ? ട്രാക്ക് ചിലപ്പോ പാളുണ്ടാവില്ല. അങ്ങനത്തെ ഒരവസ്ഥ വരാം. എങ്ങനെ? രോഗിയാണ്, യാത്രയിലാണ്. അപ്പോൾ പിന്നെ ഇവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? നോമ്പോൽക്കാൻ കഴിയില്ല. അപ്പൊ പുതിയ പാളാണ് വരും അവിടെ. എന്ത്? യാത്രക്കാരന്റെ യാത്രയാണ് അപ്പൊ പാളം. അതൊരു അടാപാണ്. രോഗിയുടെ രോഗമാണ് അവിടെ പാളം. അതും ഒരു അടാപാണ്. എന്നാലും മണ്ടും. അപ്പോൾ പിന്നെ അവനെ 2 പാളത്തുമ്പോ 4 പാളം കയറ്റണ്ടല്ലോ. വണ്ടി മറിയില്ലേ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ വിചാരിച്ചൊന്നല്ല നോമ്പ്. നമ്മളെ കാട്ടിക്കൂടുന്നൊന്നല്ല നോമ്പ്. മനുഷ്യനെ മനുഷ്യനാക്കുക. പിന്നെ ആരാധനയുടെ മൊത്തം മർമ്മം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ശുദ്ധമായ മനസ്സിന്റെ ഉൽപ്പന്നമാണ്. ആരാധനയുടെ മൊത്തം ലാഭം, അതിന്റെ ഉള്ള്, അതിന്റെ ആത്മാവ് പ്രാർത്ഥനയാണ്. അസ്സലാത്തു അദ്ദുആഉ. നിസ്കാരം ഒരു പ്രാർത്ഥനയാണ്. സക്കാത്ത് പ്രാർത്ഥനയാണ്. ഫഅമ്മാ മൻ അഅതാ വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന പ്രാർത്ഥനയാണ്. ഫഅമ്മാ മൻ അഅതാ കർമ്മം, വത്തഖ ഷർത്ത്, വസദ്ദഖ ബിൽ ഹുസ്ന ലക്ഷ്യം. എന്താ സദ്ദഖ ബിൽ ഹുസ്ന? സ്വർഗം കിട്ടട്ടെ. അതൊരു പ്രാർത്ഥനയാണ്. ഫസനുയസ്സിറുഹു ലിൽ യുസ്ര. അവനെ ഞാൻ സ്വർഗത്തിലേക്ക് എളുപ്പാക്കും. അപ്പോൾ സക്കാത്തിന്റെ ഉള്ളിലും ഒളിഞ്ഞു കിടക്കുന്നത് പ്രാർത്ഥനയാണ്. ഹജ്ജ് തീരാത്ത പ്രാർത്ഥനയാണ്. فإذا قضيتم مناسككم فاذكروا الله كثيرا كذكركم آباءكم أو أشد ذكرا ومن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب. يا سبحان جل وعلا. فإذا قضيتم مناسككم ഹജ്ജ് കഴിഞ്ഞാൽ പോലും ദുആ നിർത്തരുത്. നിങ്ങൾ ഇവിടെ ഉണ്ടോ?
അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞ്, നിങ്ങളിപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ്. ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിസ്കാരം പ്രാർത്ഥനയാണ്, സക്കാത്ത് പ്രാർത്ഥനയാണ്, ഹജ്ജ് പ്രാർത്ഥനയാണ്, നോമ്പ് പ്രാർത്ഥനയാണെന്ന് തെളിയിക്കലാണ്. അപ്പൊ നിങ്ങൾ പണ്ടത്തേക്ക് തിരിച്ചു പോയിക്കോളി. പഴയ മനുഷ്യന്മാര് നോമ്പുകാലത്തും പട്ടിനാണ്, നോമ്പില്ലെങ്കിലും പട്ടിനാണ്. നോമ്പുകാലത്ത് ഒരു കാര്യം മാത്രമേ കയറും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ നോമ്പ്. നമുക്ക് നോമ്പില്ല, പ്രാർത്ഥനയില്ല. മനസ്സിലായില്ല? പഴയ കാലത്തെ ആളുകൾക്ക് നോമ്പില്ലെങ്കിലും പട്ടിണി, നോമ്പിൽ അവർക്ക് പ്രാർത്ഥന കൂടും. നമുക്ക് നോമ്പാണെങ്കിലും തീറ്റ, നോമ്പില്ലെങ്കിൽ തീറ്റ, നോമ്പാണെങ്കിൽ അതിനേക്കാൾ തീറ്റ, പ്രാർത്ഥന അല്ലെന്നെ. പഴയ കാലത്ത് ചുണ്ടെന്നാണ് വെക്കൂല. എന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ, അതാ നോമ്പ്. എന്തല്ല നോമ്പ്? പട്ടി നിറക്കലല്ല നോമ്പ്. ഇതാ നോമ്പ്. ഏത്? വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. അടിമ ഉടമയെ അന്വേഷിക്കും. ഇതിൽ വേറൊരു പ്രശ്നം കാട്ടിയിട്ട് പഠിച്ചോ. നോമ്പിന് അള്ളാഹു തന്നെ ഇളവ് കൊടുത്തിട്ടുണ്ട്. 183 നോമ്പ്, 184 ഇളവ്, 185 ഇളവ്, 186 പ്രാർത്ഥനയ്ക്ക് ഇളവില്ല. നോമ്പിന് ഇളവുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഇളവ് ഇല്ല. എന്തുകൊണ്ട്? നോമ്പ് ഉടമ അടിമയോട് ആവശ്യപ്പെടുകയാണ്. ഉടമയാകട്ടെ മുതലാളിയുമാണ്. ഉടമക്ക് അടിമയുടെ ആവശ്യം ഇല്ല. പിന്നെ ഉടമ കരുണയുള്ളവനുമാണ്. അടിമക്കൊരു പ്രയാസം ഉണ്ടാവുമ്പോൾ സാരല്ല, ഇജ്ജ് നോക്കണ്ട. പ്രാർത്ഥന അടിമ ഉടമയോട് ആവശ്യപ്പെടുകയാണ്, അടിമ ഫക്കീറാണ്. അതുകൊണ്ട് അവനെ ഒഴിവാക്കാൻ കഴിയില്ല. നോമ്പിനെ ഒഴിവാക്കാൻ കഴിയും, പ്രാർത്ഥന ഒഴിവാക്കാൻ കഴിയില്ല. മനസ്സിലായില്ല? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. അപ്പോൾ നോമ്പ് നോറ്റവനും നോറ്റിട്ടില്ലെങ്കിലും എന്ത് വേണം? പ്രാർത്ഥനയുടെ മാസമാണ് എന്ത്? റമളാൻ. അതിനങ്ങ് ട്രാക്കാക്കി യഥാർത്ഥ പ്രാർത്ഥന അങ്ങോട്ട് വരണമെങ്കിൽ ഭക്ഷണമൊക്കെ ഒന്ന് കുറച്ചിട്ട് അവന്റെ ബുദ്ധി നേരെ നിൽക്കണം. അപ്പോൾ അവൻ അവന്റെ നിസാരത്വം മനസ്സിലാക്കും, അള്ളാന്റെ വലുപ്പത്തിലും. അതെന്നെ പ്രാർത്ഥന. അല്ലാതെ കൃകൃകൃകൃ അതല്ല പ്രാർത്ഥന. മനസ്സിലായില്ല? പ്രാർത്ഥന സമ്മേളനം അന്വേഷിക്കൽ ചിലപ്പോൾ പ്രാർത്ഥന അന്വേഷിക്കലാവൂല. ഓൻ അത് കഴിഞ്ഞാൽ പിന്നെ ചോറിന്റെ ഒരു പൊതിയൊത്തും ചേർത്ത് പോയത്. മനസ്സിലായില്ല? പ്രാർത്ഥന സമ്മേളനത്തിന് നടക്കണം, ചിലപ്പോൾ പ്രാർത്ഥനന്റെ ആളാവൂല. ഓൻ ആരന്വേഷിക്കല്ല, അള്ളാൻ അന്വേഷിക്കല്ല, പ്രാർത്ഥന അന്വേഷിക്കാം. പ്രാർത്ഥന അന്വേഷിക്കാനല്ല പറഞ്ഞത്. വൈദാ സഅല കൽബാദി അന്നി, അള്ളാൻ അന്വേഷിക്കണം. പ്രാർത്ഥിക്കാത്തവൻ പ്രാർത്ഥനയിലായിരിക്കും ചിലപ്പോൾ, പ്രാർത്ഥിച്ചവൻ പ്രാർത്ഥനയിലാവൂല. പ്രാർത്ഥന എന്ന പ്രത്യക്ഷ കർമ്മത്തിൽ മനുഷ്യൻ ചിലപ്പോൾ പ്രാർത്ഥനയിലാവൂല. പ്രാർത്ഥന കർമ്മത്തിലല്ല, അവൻ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിൽ. എന്താ ഈ പ്രാർത്ഥന? പ്രാർത്ഥന എന്നാൽ അടിമയുടെ നിസാരവും പരിഹാരമില്ലായ്മയും മനസ്സിലാക്കി ഉടമയിൽ നിന്നല്ലാതെ ഒരു പരിഹാരമില്ലാന്ന് ബോധ്യപ്പെട്ടിട്ട് അടിമ ഉടമയെ അന്വേഷിച്ചിറങ്ങലാണ് എന്ത്? പ്രാർത്ഥന. അടിമ എപ്പോഴെങ്കിലും എന്നെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ ഞാൻ അടുത്തുണ്ടാവും. അന്നെ പ്രാർത്ഥന. അത് വിശദീകരിക്കണം മാഷേ. ഇനി അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ ഒരുപാട് കൂട്ടേണ്ടി വരും. ഇതിന്റെ ബേസിക് ട്രാക്കാണ് ഇനി പറഞ്ഞിരുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ചെറുപ്പത്താണ്. അതായത് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അള്ളാഹു അല്ലാത്തൊരു പരിഹാരമില്ലാതെ കണ്ടെത്തുക. അത് ബുദ്ധിയും മനസ്സും കണ്ടെത്തിയിട്ട് ബുദ്ധി കണ്ടെത്തും. അപ്പോൾ പിന്നെ അള്ളാഹിനെ അന്വേഷിക്കാൻ മനസ്സ് തയ്യാറാവും. അതെന്നെ പ്രാർത്ഥന. അത് ഓരോ സെക്കൻഡിലുണ്ടാവും. എന്റെ റബ്ബേ ഒരു ചിന്ത ഉണ്ടല്ലോ, അത് പ്രാർത്ഥന. ചിലപ്പോൾ പ്രാർത്ഥനയിൽ ആമീൻ എന്ന് പറയുന്നോ മൂക്കിൽ ദരിദ്രത്തോടെ ഇരിക്കരുത്. ഓനയുടെ എന്തുണ്ടാവില്ല, ഓൻ പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല. ഓൻ ഇത് കഴിഞ്ഞാൽ തീരുമാനിച്ചു. സാധാരണ ഒരു മജ്‌ലിസിൽ പോകുന്ന ആൾക്ക്
വന്ന ഒരു തമാശക്കാരൻ, നമ്മളൊരു പരിചയപ്പെട്ട ഒരു തമാശക്കാരനുണ്ട്. ആള് നല്ലവനായിട്ടാവും, ആള് നല്ലോനാവും, പക്ഷെ ചിലപ്പോൾ കാര്യം പറയും. സാധാരണ പ്രാർത്ഥനാ സമ്മേളനത്തിനൊക്കെ പോകുന്ന ഒരാള്, അത് കഴിഞ്ഞ ചോറും ബിരിയാണി കിട്ടുന്ന ഒരാള്, ഒരു സമയത്ത് ചെന്നപ്പോ ആ പ്രാർത്ഥന കഴിഞ്ഞ് നോക്കുമ്പോ ചോറില്ല, ഔലോചനാണ്. അപ്പോ സംഘാടകരോട് പറഞ്ഞത്രേ, ഇതാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ, ഞാൻ അതിന് വരില്ലായിരുന്നല്ലോ. മനസ്സിലായില്ല. അപ്പൊ ഞാൻ വിളിച്ച്, ഞാൻ ഇത് കഴിഞ്ഞല്ലേ, ഞാൻ ദ്വാരക്കാൻ വരില്ല, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ദ്വാരക്കാൻ എനിക്ക് വേറെ ഒരുപാട് പണിയുണ്ട്, അതിനൊക്കെ ഞാൻ സൗകര്യത്തിൽ വരുന്നുള്ളൂ, ഞാൻ ഇവിടെ വരുന്നത് ദ്വാരക്കാനല്ല, ഇത് കഴിഞ്ഞിട്ട് പല മനുഷ്യന്മാരെ അങ്ങനത്തെ ചോറ് അങ്ങനെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്ന ഞാൻ. അത് നല്ല വർത്താനമാണ്, ഓൻ നല്ല മനുഷ്യനുമാണ്. ഈ ഓ മോശം വിചാരിക്കണ്ട, ഓൻ വളരെ സ്വജാംശനാണ്. ഓൻ രാത്രി ഒറ്റയ്ക്ക് ഇന്ന് കഴിയുന്നവനാണ് ഇയാൾ, ഓൻ നല്ലവനാണ്. ഈ കാട്ടിക്കൂട്ടുന്നൊന്നുമല്ലത്. ആ കാട്ടിക്കൂട്ടുന്നതിൽ അത് ഉണ്ടായിക്കൂടെ? ഉണ്ടാകാം. ഇവൻ പ്രാർത്ഥന അന്വേഷിക്കുന്നവൻ പ്രാർത്ഥനാ സദസ്സിലുണ്ടാവും, ഒറ്റക്കുണ്ടാവും. അവന്റെ നടത്തോ ഇരുത്തോ മൊത്തവും എന്തായിരിക്കും? പ്രാർത്ഥനയും. അടിമ ഉടമയെ അന്വേഷിച്ചറിഞ്ഞാൽ അതിന് അടിമക്ക് എന്ത് വേണം? ബുദ്ധി നേരെ നിൽക്കണം. ബുദ്ധി നേരെ നിൽക്കണമെങ്കിൽ പള്ള നേരെ നിൽക്കണം. അപ്പോൾ മനസ്സ് ബുദ്ധിയോടുകൂടെ ചേരും. അള്ളാൻ അന്വേഷിച്ചറിഞ്ഞു. ആ അന്വേഷണം തന്നെയാണ് എന്ത്? അതന്നെയാണ് എന്ത്? പ്രാർത്ഥന. അന്വേഷിച്ചിറങ്ങുന്ന എപ്പോഴാ? എനിക്ക് സ്വയം പരിഹാരമല്ല എന്ന് അടിമ മനസ്സിലാക്കുക. റബ്ബല്ലാന്നൊരു പരിഹാരമല്ല. ഒരു ബാധിയാങ്ങി പൈനി കരിപ്പ്. അപ്പൊ ഞാൻ അവിടെ തൊട്ടടുത്തുണ്ടാവും, അവന്റെ പ്രശ്നം ഞാൻ പരിഹരിക്കും. അതിനത് വേണം. അത് ദ്വാര സമ്മേളനത്തിൽ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഓരോ സെക്കൻഡിലും നടത്തത്തിലുണ്ടാകാം. നിങ്ങൾ കണ്ടോ? അതായത് അടിമ തിരിച്ചറിയാം, ഞാൻ കുറ്റവാളിയാണ്. നോമ്പിന് ഓരോ സെക്കൻഡും നമ്മൾ നാശാകണല്ലോ, നന്നാകണില്ലല്ലോ. നല്ല ഉഷാറിലാണെങ്കിൽ പറയുള്ളൂ. നോമ്പിന് ഓരോ ദിവസം കഴിഞ്ഞനുസരിച്ച് നമ്മൾ നന്നാകല്ല. നമ്മള് തറാവിന്റെ അല്ലടാ ഞാൻ പറഞ്ഞത് അതാണ്, ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല. എന്ത് തറാവിയുടെ കുട്ടി? തറാവി സ്വഹാബത്ത് നബിയുടെ കാലത്ത് 30 ദിവസം ഇന്നത്തെ പള്ളി നിസ്കരിച്ചില്ലല്ലോ. 8-20 പിന്നല്ലേ. ഇന്നിപ്പോ നമ്മളെ പള്ളിയിൽ നടക്കുന്ന ഒരു ഇമാമിന്റെ കീഴിലുള്ള 20 റക്അത്ത് തറാവീഹ് മുത്തുനബിയുടെ കാലത്ത് ഇങ്ങനെ നടന്നിട്ടില്ലല്ലോ. അത് ആരെ കാലം മുതലല്ലേ വന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലം മുതലല്ലേ വന്നത്? ഇത് മോശമാണ് ഈ പറഞ്ഞതിന് മയനിയില്ല. അത് വളരെ നല്ല കാര്യമാണ്. ഇതൊക്കെ കാട്ടിക്കൂട്ടലാണ്. ഇവിടെ ഒന്നും ആരുണ്ടാവില്ല, പടച്ചുണ്ടാവില്ല. നോമ്പിന് നമ്മളെ ലാഭം നമ്മൾ കുറ്റവാളിയാകണം. നമ്മൾ കുറ്റവാളിയാകുക. നോമ്പിന് ആദ്യത്തെ 10 അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, അല്ലാഹു റഹ്മത്ത് ചെയ്യണേ. അതൊരു ആവറേജാണ്. അത് ഇബ്ലീസും പറയുന്ന വർത്താനാണ്. ഇബ്ലീസും റഹ്മത്ത് ചോദിച്ചിട്ടുണ്ട് ഇബ്ലീസ്. അതൊരു ആവറേജാണ്. ഒന്നാമത്തെ 10 ആവറേജ് തുടങ്ങാം. അല്ലാഹുമ്മ റഹ്മനി, അത് കീഴ്ക്കോടതിയിലാണ് അത് പറയുന്നത്. രണ്ടാമത്തെ 10 ഹൈക്കോടതിയിലെത്തി. കീഴ്ക്കോടതിയിൽ വരെ തള്ളി. പിന്നെന്തായി? ഹൈക്കോടതി പോയി. രണ്ടാമത്തെ 10 ഹൈക്കോടതിയിലാണ്. അല്ലാഹു ഉഫ്ർലി ദുനൂബി, ഒന്നുകൂടി നാശമായി. അല്ലാഹുവേ ഞാൻ ദോഷിയാണ്, പൊറുക്കണം. മൂന്നാമത്തെ 10 അവൻ സുപ്രീം കോടതിയിൽ നിന്നും വിധിച്ച് ലോക്കപ്പിലാണ്. അപ്പൊ മൂന്നാമത്തെ 10 ബന്ധ്യ. അള്ളാഹു മാറ്റിത്തനിമിനാവും, ഞാൻ മോചിപ്പിക്കണം. മോചിപ്പിക്കണം എന്നതിന്റെ മയനെന്താ? ബന്ധ്യ എന്നല്ലേ? നാശായില്ലേ? ഒന്നാമത്തെ 10 നാശായി. രണ്ടാമത്തെ 10, രണ്ടാമത്തെ 10 നാശായി മൂന്നാമത്തെ 10. ഇതോ 7 ദിവസം പറയും. എന്ത്? നരകത്തിലായിപ്പോ. മൂന്നാമത്തെ 10 എവിടെത്തി? നരകത്തിലെത്തി. മോചിപ്പിക്കണം എപ്പോഴാടാ പറയാ? എപ്പോഴാടാ മോചിപ്പിക്കണം എന്നറിയാം? പറയടാ ഓട്ടനം പോലെ ഇരിക്കാതെ. എനിക്ക് പിരാന്താണ് ഡങ്ങന്മാരെ. ഇതിന്റെ ക്ലാസ്സിൽ നിങ്ങൾക്കൊക്കെ പിരാന്തോ? നിങ്ങൾ വേണ്ട. എനിക്ക് പിരാന്താണ് നിങ്ങൾക്കറിയില്ലേ? എനിക്ക് പിരാന്താണ്. എനിക്കിങ്ങനെ ഒരു പിരാന്താണ്. നിങ്ങളും ഞങ്ങൾ വളരെ ദൂരത്താണ്. നിങ്ങളൊന്നും വിചാരിക്കണ്ട. അള്ളാഹു നമുക്ക്
പടച്ചോ നമ്മളെ ബുദ്ധി നേരെ നിർത്തി തരട്ടെ. മനസ്സിലായോ? ഒന്നാമത്തെ 10 ആവറേജാ, രണ്ടാമത്തെ 10 കുറ്റവാളിയാ, മൂന്നാമത്തെ 10 വിളിച്ച് നരകത്തിലിട്ട് നരകത്തിന് മോചിപ്പിക്ക്. അപ്പൊ എവിടെ പാരടങ്ങന്മാരെ നരകത്തിന് മോചിപ്പിക്ക്. അപ്പൊ ഒന്നാമത്തെ 10 നാശായി, രണ്ടാമത്തെ 10 നാശായി, മൂന്നാമത്തെ 10 എവിടെ എത്തി? ചങ്ങന്മാരെ എണീക്കോടാ, ഞാൻ ഇവിടുന്ന് താജോടാ ഓരോരുത്തരെയും. മൂന്നാമത്തെ 10 എവിടെയാണ്? നരകത്തിനായിട്ടല്ല അല്ലട ചങ്ങാതി. മോചിപ്പിക്കാറിന് മറ്റേ കടത്തല്ലേ എന്നല്ലേ പറയാ, കോട്ട. കുറെ കാലം അതും പറഞ്ഞു മോചിപ്പിക്കലാണില്ല. അവസാനം ഇന്നെ മോചിപ്പിക്കുന്ന പറയുന്ന പകരം 27 തിരിച്ചടിച്ച്. പിന്നെ പറയാ ഇനി പ്രസിഡന്റിന്റെ മുന്നിൽ അവന്റെ കടലാസ് സുപ്രീം കോടതി തള്ളിയാൽ ഒറ്റ ഒപ്പേ ഉള്ളൂ, പൊതുമാപ്പ്. അല്ലാഹുമ്മ ഇന്നക അഫൂവ്വുൻ. എനിക്ക് കോടതിയിൽ നിയമപരമായി വാദിച്ച് രക്ഷപ്പെടാൻ ഒരു ന്യായവും ഇല്ല. ഞാൻ തൂക്കിക്കൊല്ലേണ്ടവൻ തന്നെയാണ്. പക്ഷേ ഈ പ്രസിഡന്റല്ലേ, നിനക്ക് മാപ്പ് കൊടുക്കാൻ വീറ്റോ പവർ ഉണ്ടല്ലോ, ട്രാൻസ്ഫറിന് അത് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ കുറ്റവാളി തന്നെ. അപ്പോൾ നല്ലൊരു ചെയ്യുന്ന അമലന്നല്ല നോമ്പ്, കുറ്റവാളികൾ ചെയ്യുന്ന അമലാണ്. കുറ്റത്തെ കണ്ടെത്തിയാലേ നോമ്പുണ്ടാവും. നിങ്ങൾ ഇന്ന് പോയിട്ട് ആക്കം പോലെ രാത്രി ആലോചിക്കും. നല്ലൊരു ചെയ്യുന്ന അമലേ അല്ല നോമ്പ്, കുറ്റവാളികൾ ചെയ്യുന്ന അമലാണ്. നല്ലവർക്ക് സ്വർഗം കിട്ടൂല, നല്ലവർക്ക് നരകാണ് കിട്ടുക. കുറ്റവാളികൾക്ക് സ്വർഗം കിട്ടൂ. മനസ്സിലായില്ല? നല്ലവർക്ക് നരകം. നല്ലോനായ നല്ലവരൊക്കെ കുറ്റവാളി രാജാവ. അതാ ഞാൻ പറഞ്ഞത്, കുറ്റവാളികളാണ് നമ്മൾ കിടക്കുക സ്വർഗത്തിൽ, നല്ലൊരു നരകത്തിൽ കിടക്കുക. അതാണ് മനസ്സിന്റെ കണ്ടെത്തൽ. അതിനാണ് ഈ വണ്ടി ഓടുന്നത്. സ്വന്തം കുറ്റം കണ്ടെത്തൽ. അവസാനായപ്പോഴത്തിന് എന്ത് തിരിഞ്ഞു കുറ്റവാളി എന്ന ഇനി സുപ്രീം കോടതിയിലെ വക്കീലിനെ വെച്ച് വാദിച്ചവരെ ഇവൻ ഒരു ന്യായവും പറയാൻ ഇല്ല. പിന്നെ എന്തേ ഉള്ളൂ? പ്രസിഡന്റിന് ദയാഹർജി സമർപ്പിക്കാം. കുറ്റവാളി തന്നെ. പക്ഷെ നിങ്ങൾക്ക് മാപ്പ് തരാൻ വീറ്റോ പവർ ഉണ്ടല്ലോ, പുറത്താക്കി തരാം. എനിക്ക് അങ്ങോട്ട് പറയാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. തുടങ്ങിയപ്പോ നല്ല ഉഷാറില തുടങ്ങി നോമ്പ്, അവസാനിച്ചപ്പോ കൊടും ഭീകരനായിട്ട് അവസാനിച്ചു. അപ്പോൾ എവിടെത്തും ചെയ്യും? ആ കൊടും ഭീകരനെ പിന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നല്ല മനുഷ്യനായി തുടങ്ങിയത് തനി അമുക്കായിട്ടാണ് നോമ്പിൽ തീരുന്നത്. ആ അമുക്കാണ് അവസാനം എന്ത് പറയാ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എന്തേ ഈ അല്ലാഹു അക്ബറിന്റെ അർത്ഥം അറിയോ? ഞാൻ എന്നെ കണ്ടെത്തി എന്നാണ്. ഞാൻ എന്റെ റബ്ബിനെ കണ്ടെത്തി. ഞാൻ കുറ്റവാളിയാണെന്നും റബ്ബ് മാപ്പ് കൊടുക്കാൻ കഴിവുള്ളവരെയാണെന്നും ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതാണ് അല്ലാഹു അക്ബർ. അതെന്നെയാണ് നോമ്പ്. അത് കണ്ടെത്താത്ത കാലത്തോളം നോമ്പുണ്ടാവില്ല. അത് ഈ പറയുന്നവർക്കൊന്നോട് മനസ്സിലാവൂല്ല. അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നവർക്ക് പോലും തിരിയില്ല. പിന്നെന്തോ നിങ്ങൾക്ക് തിരിയും. നിങ്ങളൊന്നും വിചാരിക്കണം നിങ്ങൾക്ക് എവിടെ തിരിഞ്ഞ് എനിക്ക് എന്റെ റബ്ബ് തന്ന തൗഫീഖാണ്. എന്റെ റബ്ബ് എനിക്ക് തന്ന തൗഫീഖാണ്. അതാണ് നോമ്പ്. അതിന്റെ ട്രാക്കാണ് ഭക്ഷണവും വെള്ളവും ഒഴിവാക്കി. നമ്മളെ കുറ്റം നമ്മൾ സ്വയം കണ്ടെത്തും. കുറ്റത്തെ കണ്ടെത്തും. കുറ്റമൊന്നുമല്ല, നമ്മൾ അടിമയാണ്, അവൻ ഉടമയാണ്. ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ കുറ്റവാളിയാണ്. നമ്മൾ ആരാണ്? അടിമയാണ്. നമുക്ക് സ്വയം ഒന്നുമില്ല, അവന്റെ ഔദാര്യാണ്.
അതന്നെ നമ്മളെ ഒന്നുമല്ലായ്മയാണ്. പറഞ്ഞത് മനസ്സിലായോ? ഭാര്യ നല്ലാവും, ഭർത്താവും നന്നാവും. ഭാര്യ നന്നാവും, ഭർത്താവും നല്ലാവും. ഭാര്യയും നല്ലാള്, ഭർത്താവും നല്ലാള്. തെറ്റൊന്നോട്ട് പറ്റിയിട്ടില്ല. എന്നാലും ചില നേരത്ത് ഭർത്താവോട് ചൂടായാൽ നല്ല പെണ്ണാണെങ്കിൽ ഉണ്ടാകും. എന്നാൽ കുറ്റവാളി അല്ല ഉള്ളു. എന്നാലും ഉള്ള ഒരു മനസ്സാണ്, അത് നല്ല മനസ്സാണ്. ഞാൻ ഏതായാലും ഭാര്യ ഭർത്താവ്, ഭർത്താവ് ഭരിക്കുന്നവൻ, ഭാര്യ ഭരിക്കപ്പെടേണ്ടവൻ. അതൊരറിവാണ്. മറ്റേ പെണ്ണുങ്ങൾ ഒരു വാക്ക് ഇങ്ങോട്ട് പറയുമ്പോ പെണ്ണുങ്ങൾ രണ്ടു വാക്ക് ഇങ്ങോട്ട് പറയും. ഓൾ നന്നാവില്ല. ഖിയാമത്ത് വരെ ആകെ മേപ്പെട്ടും കീപ്പെട്ടും 300 സൂചി ചെയ്തിട്ടും നന്നാവില്ല. മറ്റോള് പറഞ്ഞ് മാത്രമേ നിസ്കരിക്കുന്നുണ്ടാവും. എന്നാലും ഒരു സ്വാലിഹത്താണ്. ഭർത്താവിന്റെ പൊരുത്തത്തിൽ മരിക്കും. കാലം വരെ അയാളോട് അവൾ ദേഷ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ ഭാര്യയാണെന്ന തിരിച്ചറിവ് അതെന്നെ അറിയൂ. ഭർത്താവ് എന്താർത്ഥം? ഭരിക്കുന്നവൻ, ഭാര്യ ഭരിക്കപ്പെടേണ്ടവൾ. അങ്ങനെ ആ ഒരു അറിവാണ്. ഓൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നാലും മൂപ്പരൊന്ന് ചൂടായാൽ വെളു കൊണ്ടൂല. എന്റെ അങ്ങനത്തെ പെണ്ണുങ്ങളില്ലേ? അങ്ങനത്തെ പെണ്ണുങ്ങൾ ഓളാ സ്വാലിഹാറ്റ് അയ്യുമത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണ് മരിക്കുന്ന നേരത്ത് ഭർത്താവിന് അവളെ സമ്പൂർണമായും ഇഷ്ടമാണെങ്കിൽ ദഹനത്തിൽ ജന്ന, അവൾ സ്വർഗാവകാശിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാതെ 300 സുജൂദ് ദിവസം ചെയ്യണമെന്നല്ല പെണ്ണിനോട് പറഞ്ഞത്. പെണ്ണിന് സ്വയം മനസ്സിലാകണം ഞാൻ ആരാണ്, പെണ്ണാണ്. അടിമക്ക് മനസ്സിലാകണം ഞാൻ ആരാണ്, അടിമയാണ്. ആ മനസ്സിലാകാനെല്ലാം പരിപാടിയാണ് എന്ത്? അതെന്നെ കഴിഞ്ഞ് വേറെന്ന് പറയേണ്ട കാര്യമില്ല. തന്നെ ഉള്ളൂ. ഇതന്നെയാണ്. ഇത് മംഗലാപുരാണ്, ഇത് കോഴിക്കോടാണ്, ഇത് ഇവിടുന്ന് പായണം, അവിടെ എത്തണം. അതിന്റെ ഇടയിൽ നേറിയാണ് പോകണം. AC കയറി ബർത്തിൽ കയറിയിട്ട് പുതപ്പും പുതച്ചെന്ന് ഉറങ്ങിയിട്ട് കാര്യമല്ല, പണിയാണ് എടുക്കണം. അതന്നെ അപ്പോഴത്തിന് അവിടെ കണ്ടെത്തും. മനസ്സിലായോ പറഞ്ഞത്? അതിന്റെ ട്രാക്കാണ്. അള്ളാനെ കണ്ടെത്താനുള്ള ട്രാക്കാണ് എന്ത്? നോമ്പ്. വണ്ടിയാണ് മനസ്സ്, ലക്ഷ്യമാണ് ആര്? അല്ലാഹ്. അവനെ കണ്ടെത്തും, അള്ളാനെ കണ്ടെത്തും. അവനെ കണ്ടെത്തി അള്ളാനെ കണ്ടെത്തി. അവനെ കണ്ടെത്തൽ എന്താ? ഞാൻ അള്ളാന്റെ അടിമയാണ്. ഞാൻ എന്താണെങ്കിലും അള്ളാഹ്ക്ക് ശുക്ർ ചെയ്താൽ തീരൂല. അള്ളാഹുവിന്റെ ഒരു പേര് അടിമകൾക്ക് ഒരവകാശവുമില്ലാതെ അനുഗ്രഹം അങ്ങോട്ട് ചെയ്തു കൊടുത്തവനാണെന്നോ. അടിമകൾക്ക് ഒരവകാശമില്ലാത്ത കാലത്തും അനുഗ്രഹം അങ്ങോട്ട് അഡ്വാൻസായി ചെയ്തു കൊടുത്തവനാണ്. അത് കണ്ടെത്തണം. അപ്പൊ നമ്മൾ കുറ്റവാളിയായിരുന്നു. നമ്മൾ അവന്റെ കയ്യിൽ കൈ നീട്ടാൻ പോലും അർഹതല്ല, കൈ പോലും വലുതാണ്. എന്നിട്ട് നമ്മൾ ഇതുകൊണ്ട് തോന്നിയാസൊക്കെ കളിച്ചിട്ടുണ്ട്. ഇത് അവന്റെ മേൽ നീട്ടാൻ നമുക്ക് അർഹതല്ല. അവൻ നമുക്ക് അനുഗ്രഹേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ അവനോട് തിരിച്ച് അനുഗ്രഹത്തിന് നന്ദികേട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ തിരിച്ചറിവാണ്. തിരിച്ചറിവിന് ട്രാക്ക് ഇട്ട് കൊടുത്തതാണ്. ഒന്ന് പട്ടിനൊക്കെ കിടന്ന് ദുർമേധസ്സൊക്കെ തടിമന്നാണ് പോകുമ്പോ ബുദ്ധിയുടെ സ്ഥാനത്തും മനസ്സിന്റെ സ്ഥാനത്തോട് നിൽക്കും. അപ്പൊ അവന് ബോധം വരും ഞാൻ ആരാണ്. അപ്പൊ അവൻ അന്വേഷിച്ചിറങ്ങും. ആരെ? അള്ളാഹ്. അതാണ് ഇതാ സഅലക ഇബാദി ഫഇന്നി ഖരീബ് അന്നി ഫഇന്നി ഖരീബ്. തന്നെ ഒക്കെ പിടിച്ചിട്ടുണ്ടല്ലേ? എല്ലാം ശരിക്കും മനസ്സിലാക്കണം കുട്ടികളെ. കഥറിയാതെ ആട്ടം കാണരുത്. ഞങ്ങളെന്നും കുറ്റം പറഞ്ഞല്ല കേട്ടോ, നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്നല്ല. ഞാൻ നമുക്കൊക്കെ ബുദ്ധിയുണ്ട്, പക്ഷെ പെട്ടെന്ന് മനസ്സിലാവില്ല. അതിനെന്താ കാരണം? ഇങ്ങനത്തെ ഒരു സംഗതിയൊന്നും നമ്മൾ കേട്ടിട്ടില്ല, ആലോചിച്ചിട്ടില്ല. നമ്മക്കിപ്പോ എന്താണെന്നറിയോ? തുപ്പനം അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വന്നാൽ നോമ്പ് മുറിയോ? നോമ്പ് ഉണ്ടാകുന്നല്ല. മനസ്സിലായില്ല? നോമ്പ് മുറിയണമെങ്കിൽ എന്തുണ്ടാവണം? നോമ്പ് ഉണ്ടാകണ്ടേ? അള്ളാനെ അന്വേഷിക്കണ പണി തന്നെ ഉണ്ടാവില്ല. അത് നേരം വെളുക്കണവരെ തിന്ന് നേരം വെളുത്തിട്ട് പോത്തിനെ പോലെ കടന്നു. 1, 2 അയൽവാസിയെ ദ്രോഹിക്കും. 3
ഒതുങ്ങിക്കിട്ടിയോ ഒക്കെ ദ്രോഹിക്കും. 4 നാവെടുത്താൽ നുണ പറയും. റമദാൻ മാസത്തിലും ആരെ അന്വേഷിച്ചിട്ടില്ല. അന്വേഷിക്കണോന് ഒരാള് കാലുകൊണ്ട് ചവിട്ടിയാലും, ഒരാൾ നമ്മളെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടിയാലും പോലും നമ്മൾ അള്ളാനെ അന്വേഷിച്ച് പോണ നമ്മൾ എന്ത് പറയുന്നറിയോ? അങ്ങോട്ട് സാരല്ല അറിയും. എന്തിന്? അള്ള നമ്മളെ കാണണം. എന്നിട്ട് നമ്മളടുത്തുമ്പോ അവളി പറയണം സാരല്ല. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നമ്മൾ വലിയ ആളാണെങ്കിൽ മനസ്സിലാക്കണം. നമ്മൾ വലിയ ആളാണെങ്കിൽ നമ്മൾ ഒരാളൊന്ന് നോക്കിയാൽ പോലും അവനെ വിടൂല. ജരണം ഞങ്ങൾ നോക്കാൻ ഗൾഫിൽ നിന്ന് ഒരു യതീംഖാനക്ക് ഫണ്ട് പിരിച്ചിട്ട് ഒരു സാധുവായ മനുഷ്യൻ ഫണ്ട് പിരിച്ച് കഷ്ടപ്പെട്ട് ഫണ്ട് പിരിച്ച് കൊണ്ടുവന്നിട്ട് AC റൂമിൽ ഇരിക്കുന്ന മാനേജർക്ക് കൊണ്ടുപോയി കൊടുക്കണ നേരത്ത് ചെരുപ്പ് പുറത്ത് വെച്ചിട്ട് ഇയാളിങ്ങനെ അകത്ത് കയറി. ഗൾഫിൽ നിന്ന് ഇവൻ തെണ്ടി പിരിച്ച പൈസ കൊണ്ടേ കൊടുക്കാണ് എവിടേക്ക്? ഈ യതീംഖാനക്ക് മാനേജർക്ക് കൊണ്ടേ കൊടുക്കാം. അപ്പൊ കൊണ്ടേ AC റൂമിൽ ഇരിക്കുന്ന ആര്? മാനേജർ. ഇവൻ ചെരുപ്പ് വെച്ചാൽ കയറിയപ്പോ ഇവൻ അറിയാതെ ഇവന്റെ ചെരുപ്പ് മാനേജറെ ചെരുപ്പിന്റെ മേലായ പോയതിന്റെ പേരിൽ ചൂടായി. ആര്? യതീംഖാന. ഒരു മാന്യതല്ലാതെ. അവർക്ക് പറഞ്ഞത് മനസ്സിലാകും. അള്ളാഹുവാണ് ഹക്ക്. ഇതാ മനുഷ്യനോട് നേരിട്ട് വന്നു. എന്തുകൊണ്ട്? ഓന്റെ ഭാഷയിൽ ഓൻ മാനേജർ സാരല്ല, ഇവൻ സാരല്ലായിരുന്നു പൈസ കൊണ്ട് റെസിറ്റ് വാങ്ങിപ്പോന്നു. കാരണം മാനേജർ ഭാഷയിൽ മാനേജർ മഹാനാണ്, ഇവന്റെ ഭാഷയിൽ ഇവൻ എങ്ങനെയെങ്കിലും ഇതിനൊക്കെ ഉപകാരം ചെയ്തു കൊടുത്ത് അള്ളാന്റെ കോടതിയിൽ രക്ഷപ്പെടണം. ഓൻ കുറ്റവാളിയാണ്, മറ്റോ മഹാനാണ്. ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? മറ്റവൻ അവിടെ ഇവിടെ ഒന്നും തൊടാതെ നല്ല വൃത്തിയായി തേച്ച് എനിക്ക് കൊണ്ടുവന്ന വെച്ച ആ ചെരുപ്പിന്റെ നേരെ ഈ സാധുവായ മനുഷ്യന്റെ ചെരുപ്പ് ചളിയൊക്കെ ഉണ്ടാവും. കാരണം സാധുവല്ലേ. അപ്പം തേച്ച് കഴുകി വെച്ച ഇവന്റെ ഭംഗിയുള്ള ചെരുപ്പിന്റെ മേലെ ഈ സാധുവിന്റെ ചെരുപ്പൊന്നായിപ്പോയതിന്റെ പേരിൽ സലാം അലൈക്കും നമ്മൾ കയറി വന്നപ്പോ ചീത്ത പറഞ്ഞു. ആര്? മാനേജർ ചീത്ത പറയും. കാരണം മാനേജർ ആരാണ്? മഹാനല്ലേ. വൻ ചീത്ത കേൾക്കും. കാരണം ആരാണ്? കുറ്റവാളിയല്ലേ. ഇതൊക്കെ നമ്മളെ കേരളത്തിൽ നടന്ന സംഭവം. അപ്പം അമേരിക്ക ഒന്നും സംഭവമല്ല. ആള് നേരിട്ടുള്ളത് വന്നതാണ്. ഏതാണ് AC വെച്ചെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടാ. ഇതൊക്കെ നടന്നതാണടാ. ഇതൊക്കെ ഞാൻ നേരിട്ട് കേട്ടാണ്. മനുഷ്യൻ നിസാരനാണെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് അവൻ ആരെ അന്വേഷിക്കുക. അപ്പോൾ അവനെ ഇങ്ങോട്ട് ആക്രമിച്ചാലും ഓൻ എന്ത് പറയും? സാരല്ലാന്ന്. എന്തുകൊണ്ട്? ഇതാര് കാണണം? അള്ളാന്റെ അടിമക്ക് ഇവൻ മാപ്പ് കൊടുക്കുന്നത് അള്ള കണ്ടാൽ ഇവൻ ബമ്പം മാറാപ്പ് അവിടെ എത്തിക്കാൻ പോകില്ല. അപ്പോൾ അള്ളിയും പറയണം എന്ത്? സാരല്ല. അന്യ നോമ്പ്, അന്യസ്കാരം, അന്യതക്കും അവിടേക്ക് എത്താത്ത കാലത്തോളം നന്നാവില്ല. പിന്നെ ഇതൊക്കെ കാട്ടിക്കൂട്ടലാണ്. നിസ്കാരം കഥകളിയും തമ്മിൽ എന്ത് വ്യത്യാസം? കഥകളിയെന്ന നിൽക്ക ഇരിക്ക കുനിയ. നിസ്കാരം അങ്ങനെ തന്നെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ വ്യത്യാസം എന്ത് പറയണ മനുഷ്യന്മാരെ? പിന്നെ കഥകളിൽ ഒരു കഥ ഉണ്ട്, ഇതിൽ കഥയില്ല. അതുകൊണ്ടാണ് ഫവൈലുൽ മുസല്ലീൻ പല നിസ്കാരക്കാർക്കും നരകമാണ്. കഥകളിക്കാർക്ക് നരകമാണ് എന്നൊരായത്ത് ഖുർആനിലില്ല. നിസ്കാരക്കാർക്ക് നരകമായിട്ടുണ്ട് ഫവൈലുൽ മുസല്ലീൻ. എന്തുകൊണ്ട്? ഓൻ ആരെ അന്വേഷിച്ചിട്ടില്ല? അന്വേഷിച്ചില്ല. ഓൻ അള്ളാന്റെ ആളുമല്ല. എന്നാ ഓന്റെ വാക്കിലൊക്കെ ആരുണ്ട്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നിസ്കാരത്തിനോട്ട് അള്ളാന്റെ ആളുമാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ. ഇത് മനസ്സിലാക്കി തന്നെ വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം മനുഷ്യന്മാരെ? നമ്മൾ ചെറുതാകണം. നമ്മൾ വൈദാസാലൊക്കെ ഇവിടെ അള്ള പറഞ്ഞപ്പോ നിങ്ങൾ ദ്വാരന്നോളി നല്ല പറഞ്ഞേ. ഇടൊക്കെ ദ്വാന്റെ ആയത്തിൽ നിങ്ങൾ ദ്വാരന്നോളി നല്ല പറഞ്ഞേ. അടിമകൾ എന്നെ അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ അടുത്തുണ്ട്. അതായത് എന്നെ അന്വേഷിക്കണമെന്ന നിർബന്ധമൊന്നും
എനിക്കില്ല, ഓനെന്നെ തോന്നണം. അത് ശരിക്കങ്ങട്ട് കടഞ്ഞാൽ വെണ്ണങ്ങട്ട് വരും. അവന്റെ മനസ്സ് ശരിക്കങ്ങ് കടഞ്ഞാൽ എന്താവും? ഈ ട്രാക്കിൽ ശരിക്കങ്ങ് കടഞ്ഞാൽ എന്താവും? അള്ളാനവൻ അന്വേഷിക്കും, കാണുകയും ചെയ്യും. നല്ലോണം മന്ദങ്ങളിട്ട് തിരിച്ചാ പിന്നെ വെണ്ണ വരാൻ യാസി തോന്നണം. കടയാത്ത കാലത്തോളം യാസിന് ഒന്നിച്ച് വെണ്ണ വരുമോ? പറയടാ 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 പറയടാ, മനസ്സിലായില്ല? മന്ദം പോലിട്ട് എന്താക്കി പറയടാ? പാല് കലത്തിലുണ്ട് കറങ്ങിച്ചിട്ട് രണ്ട് കയ്യും ഇളകിയിട്ട് അടങ്ങാറായിട്ട് എന്ത് ചെയ്ത് അങ്ങോട്ട് മന്ദം പോലെടുത്ത് കടഞ്ഞാൽ വിയർപ്പ് ഇങ്ങോട്ട് പൊട്ടിങ്ങിട്ട് നമ്മളുടെ ഒഴുകും, ചൂടാട് കയറും, പാലിനും ചൂട് കയറും. അപ്പൊ പാല് പറയും, ഇതാ കള്ളനെ ഞാൻ പുറത്താക്കാം. പാല് കള്ളനെ പുറത്തു. അതാണ് എന്ത്? വെണ്ണ. ഇനി യാസിനോദണ്ട മന്ദം പോലിട്ട് കടഞ്ഞുകൊണ്ടിരിക്കുന്നിടയിൽ അൽ ഫാത്തിഹ എന്ന് പറയേണ്ട ആവശ്യമല്ല. മന്ദം പോലിട്ട് കടയാതെ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞതുകൊണ്ട് വെണ്ണോട്ട് കിട്ടൂല. അതിന്റെ ദ്വാ കടച്ചിലാണ്. എന്നൊക്കെ പറഞ്ഞ മനസ്സിലായോ? പാലിന്റെ ദ്വാ എന്താണടാ? പാലിന്റെ ദ്വായാണ് എന്ത്? കർശി. അപ്പൊ വെണ്ണ മനസ്സിലാവും. അടിമക്ക് തിരിയണം. അടിമയാണ്. അപ്പൊ ഉടമന അടിമക്ക് മനസ്സിലാവും. അതാണ് അന്വേഷണം. അതാരും നന്നാവും, അതേവനും നന്നാവും. നന്നായല്ലോ. എന്തിനേടെ ചങ്ങാതി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഖുർആന്റെ പരിഭാഷ കൊണ്ട് 4 കൊല്ലങ്ങളെ കൂട്ടത്തിൽ ഇന്നലെ അത് കടഞ്ഞാണാളടാ. ഉണ്ണികൃഷ്ണൻ നന്നായ മതി. ഞാനോ ക്ലാസ് എടുത്ത ഞാൻ നന്നായിട്ടില്ലല്ലോ. ഉണ്ണികൃഷ്ണൻ നന്നായാത്തത് എന്തുകൊണ്ട്? ഉണ്ണികൃഷ്ണന് കാര്യം മനസ്സിലായി, അള്ളാന്റെ അടിമയാണ്, മറ്റൊരു അള്ളയാണെന്ന് മനസ്സിലായി. അപ്പൊ ഉണ്ണികൃഷ്ണൻ മുഹമ്മദ് അബ്ദുള്ളയായി ഇങ്ങോട്ട് പോന്നു. പട്ടാളത്തിൽ നിന്ന് പെൻഷൻ കിട്ടിയിരുന്ന പെൻഷൻ ഭാര്യക്കാണ് എഴുതി കൊടുത്ത്. ഇവിടുന്നാണ് പോയ മുസ്ലിമായാണ് പോണെങ്കിൽ പെൻഷൻ എനിക്ക് എഴുതി തരണം. പെൻഷന്റെ അവകാശം ഭാര്യക്കാണ് എഴുതി കൊടുത്തു. എന്നിട്ടാണ് ഉണ്ണേറ്റം പോകുന്നത്. 10 പൈസ അല്ല. അതാണ് ഖുർആനിൽ വരുമ്പോ 10 പൈസ അല്ല. 10 പൈസ അല്ല. പട്ടാളത്തിൽ കമാൻഡറായി റിട്ടയർഡ് ചെയ്ത മനുഷ്യനെ പെൻഷൻ ആർക്ക് എഴുതി കൊടുത്ത്? ആകണ്ടായിരുന്ന പെൻഷനാ. ഭൂമി മുഴുവൻ ഭാര്യയുടേതാണ്, മൊലാളിയാ. അതൊക്കെ കൊടുത്ത് പിന്നെ എന്ത് കൊടുത്ത്? പെൻഷനെ കൊടുത്ത്. എന്നിട്ട് ഒരു ഉറുപ്പ്യല്ല ഇത്, ഒരു ഉറുപ്പ്യല്ല. ദാറു ഖുർആനിൽ വന്നിട്ട് 2000 ഉറുപ്പ്യ കടം വന്നു. പിന്നെ ആരോ അയച്ചു കൊടുത്തിട്ട് ആ 2000 ഉറുപ്പ്യ കിട്ടി. എന്തുകൊണ്ട്? ആ ഉണ്ണികൃഷ്ണൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കെലിമ ചൊല്ലി, ഉറക്ക കെലിമ ചൊല്ലി മരിച്ചിട്ട് പള്ളിയുടെ മെഹ്റാബിലാണ് അള്ളാഹു നിശ്ചയിച്ച ഖബർ. ദാറുൽ ഖുർആന് മൗഖൂഫായ വഖഫിന്റെ ഭൂമിയിൽ പള്ളിയുടെ മെഹ്റാബിന്റെ മുന്നിലാണ് ആരെ ഖബർ? ഉണ്ണികൃഷ്ണന്റെ ഖബറട ചങ്ങാതി. അയാൾ ആരന്വേഷിച്ച ആളാണ്? അള്ളാനെ. അയാൾക്ക് അയാളെ തിരിഞ്ഞു, അപ്പൊ അള്ളാനെയും തിരിഞ്ഞു. അയാൾ ആയുസോനെ നോമ്പോച്ചന, ആയുസോനെ നിസ്കരിച്ച. നമുക്ക് നിസ്കരിച്ചിട്ട് കിട്ടാത്തത് അയാൾക്ക് നിസ്കരിക്കാതെ കിട്ടി. നമുക്ക് നോക്ക് വെച്ചിട്ട് കിട്ടാത്തത് അയാൾക്ക് നോക്ക് വെക്കാതെ കിട്ടി. അയാൾക്ക് ഹജ്ജിന് പോകാതെ കിട്ടാത്തത് നമുക്ക് ഹജ്ജിന് പോയിട്ട് കിട്ടാത്തത് അത് അയാൾക്ക് ഹജ്ജിന് പോകാതെ കിട്ടി. ഇങ്ങനെന്താണ് വേണ്ടത്? അതാണ് അവനാനെ മനസ്സിലാവുക. അയാൾക്കുള്ള നഷ്ടം എത്ര ഉണ്ടാവും? വയസ്സങ്കാലത്തല്ലേ ഒരു മനുഷ്യന് പെണ്ണുങ്ങളെ വേണ്ടത്? ഞാൻ അയാളെയും കണ്ടിട്ടുണ്ട്, അയാളെ ഭാര്യയും കണ്ടിട്ടുണ്ട്. ഭാര്യക്ക് ഞാൻ കാണുന്ന കാലത്ത് യൗവനുണ്ട്. അയാൾക്കെന്നെ 22 വയസ്സാണ്. ഞാൻ അയാളെയും ഭാര്യയും പാലക്കാട് ചെന്നിട്ടുണ്ട്. അയാളെ ഭാര്യക്കന്ന് യൗവനുണ്ട്, അയാളന്ന് വൃദ്ധനാണ്. ഒരു യൗവനുള്ള പെണ്ണിനെ പരിചരണമല്ലേ ഭർത്താവിന് വേണ്ടത്? മരിക്കാൻ കാലത്ത് വയസ്സാകുമ്പോ അതല്ലേ ഒഴിവാക്കി? ആർക്ക് വേണ്ടി? അയാൾ അള്ളാനെ അന്വേഷിച്ചിറങ്ങിയതാണ്. അയാൾക്കതൊന്നും ആവശ്യമില്ല. അയാൾക്ക് ആരാണ് ആവശ്യം? അള്ളാനാണ് ആവശ്യം.
2 ക്ഷേത്രം സ്വയം നടത്തിയിരുന്ന മനുഷ്യനാണ് അയാൾ. 2 ക്ഷേത്രം. ഇവിടുന്ന് ഹുസൈൻ മാഷും ഹക്കീമും കൂടി അയാളെ നാട്ടിൽ പോയി പരിയിൽ പോയപ്പോൾ അയാൾ ചൂടായി. കാരണം ഇയാൾ രഹസ്യമായിട്ടാണ് മുസ്ലിമായി നടക്കുന്നത്. ഇവര് ചെന്നത് ഇയാൾ ചാരനാണോ എന്ന് അറിയാനാണ്. നിങ്ങൾക്ക് എന്താ എന്റെ ആത്മാർത്ഥതയിൽ സംശയമുണ്ടോ? ഹുസൈൻ മാഷോടും ഹക്കീമിനോടും ആര് ചോദിച്ച്? അയാൾ ചോദിച്ച്. മനസ്സിലായി? ഇവര് സത്യം പറഞ്ഞ പോയത് എങ്ങനെ തന്നെയാണ്, സംശയത്തേക്ക് പോയിട്ടാണ്. കാരണം ഇയാള് നമ്മളവിടെ വരികയാണ്, ഇയാൾ ഹിന്ദുവാണ്, കൊല്ലങ്ങളായി ഖുർആൻ ക്ലാസ് പങ്കെടുക്കാണ്. അപ്പൊ ഇയാള് ചാരനാണോ, ഇയാള് നമ്മളെ ചതിക്കോന്ന് സ്വാഭാവികമായും അയാൾ അന്ന് എന്താണ് ഉണ്ണികൃഷ്ണനാണ്, മുസ്ലിമായിട്ടില്ലെന്ന്. അപ്പൊ ഇവിടുന്ന് ഹക്കീമും ഹുസൈൻ മാഷും എന്നോട് പറയാതെ പോയി വന്നിട്ട് എന്നോട് പറഞ്ഞ ഞാൻ സമ്മതിക്കൂല എന്ന് പോകാൻ. എന്നിട്ട് ഇവർക്ക് ആർക്കും കിട്ടാത്തതായി കിട്ടി. കാരണം അയാൾ ആരന്വേഷിച്ചു? അന്വേഷിച്ചു. അടിമയെ തിരിച്ചറിയാൻ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചങ്ങാതിമാരെ. നീട്ടി പറയുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ഇത് പറയൽ മാത്രം. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയും ജനങ്ങളെ? നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞു, പിന്നെ ഇളവ് പറഞ്ഞു, പിന്നെ ഖുർആൻ ഓതണം. ഖുർആന്റെ മാസാന്ന് പറഞ്ഞു, ഓതണം എന്ന് പറഞ്ഞില്ല. മനസ്സിലായില്ല? റമദാനില് ഖുർആൻ ഓതണം എന്നല്ല പറഞ്ഞില്ല. അല്ല ഖുർആൻ ഇറങ്ങിയ മാസം നിങ്ങൾ സൗകര്യം പോലെ ചെയ്യും. കാരണം ഇജ്ജോതൽ എനിക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും, ഓതിയാൽ മതി. അപ്പോൾ ഈ എന്നാവുള്ളൂ. മനസ്സിലായില്ല? ബാപ്പാക്കും വേണ്ടി പെണ്ണെട്ടിയാലെ 2 ആഴ്ച നീളൂല. മനസ്സിലായില്ല? ഇവന് പെണ്ണ് ആവശ്യമല്ല, ആർക്ക് വേണ്ടി കെട്ടി? ബാപ്പാക്ക് വേണ്ടി കെട്ടിയാൽ അത് 2 ആഴ്ച നീളൂല പെണ്ണ്. ഇവന് പെണ്ണ് ആവശ്യമല്ല, ബാപ്പാക്ക് വേണ്ടി കെട്ടിയതാണ്. ബാപ്പാക്ക് കെട്ടിച്ചു കൊടുക്കാൻ ആവശ്യമല്ല, ഇവനെ കെട്ടും വേണം. അങ്ങനെ കെട്ടിയതാണെങ്കിലോ ഈ പെണ്ണിന് എന്തോ ഒരു 14 ആണെങ്കിൽ പോലും ഇവൻ ഒപ്പിച്ചുകൊണ്ടു. കാരണം ഇതിനെ തന്നെ എങ്ങനെയോ റെക്കമെൻഡ് ചെയ്തു വാപ്പ കെട്ടിച്ചെന്നാണ്. ഇതാണ് ഒഴിവാക്കി. നീ വേറൊന്നും വാപ്പ കെട്ടിച്ചില്ല, തിരിഞ്ഞിട്ടില്ല. ആദ്യം അറിഞ്ഞ മാസാണ് ഓതിക്കോളി നടന്നില്ല, ഇന്നെ ദ്വാർന്നോളി നടന്നില്ല. അന്വേഷിച്ച് ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ അടുത്തന്നെ ഉണ്ടാവുന്നതാണ്. നോമ്പ് വിളിക്കണം നമ്മൾ. എന്നാൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇളവുണ്ട് വേണം. എന്തുകൊണ്ട്? നോമ്പ് അള്ളാന്റെ കൽപ്പന. എന്നാലും അള്ളാഹു റഹ്മാൻ റഹീമാണ്. ബുദ്ധിമുട്ടുള്ളവർക്ക് ഇളവ് കൊടുത്തു. പിന്നെ മറ്റത് ഇജി കണ്ടെത്തേണ്ടതാണ്. എന്ത്? ഈ അറിയണമെങ്കിൽ പറഞ്ഞുതരാം. ഖുർആൻ അറിഞ്ഞ മാസം കിട്ടണം. എന്നാ എന്ത് പറഞ്ഞില്ല? ഓതിക്കോളി നടന്നില്ല. ഓതാൻ എന്റെ ഇഷ്ടം. ഇനി അന്വേഷിക്കാൻ അടുത്തുണ്ടാവുന്നോ? അന്വേഷിക്കാൻ പറഞ്ഞോ? ഇല്ല, അന്വേഷിക്കാൻ നിനക്ക് തോന്നണം. നിനക്ക് വേണ്ടി കെട്ടണം, ബാപ്പാക്ക് വേണ്ടി കെട്ടരുത്. ഇനി അള്ളാഹ്ക്ക് വേണ്ടി ഓതിയാൽ ഓരോ പേജും ഓതിയത് ഏറെ എന്ന് നിനക്ക് തോന്നും. നിനക്ക് വേണ്ടി ഓതിയാൽ മുസാഫ് പലവട്ടം കത്തം തീർത്താലും ഓതിയിട്ടില്ല എന്ന് നിനക്ക് തോന്നും. അള്ളാഹ് പറഞ്ഞിട്ട് ദ്വാരന്നാൽ നിനക്ക് ദ്വാ ഏറെ തോന്നും. നിനക്ക് വേണ്ടി ദ്വാരക്കാണെങ്കിൽ ദ്വായല്ലാത്തൊരു സെക്കൻഡും നിനക്ക് ഉണ്ടാകുന്നില്ല. ഇത് അന്വേഷിക്കണമെന്നാണ് നിനക്ക് പറഞ്ഞത്. മനസ്സിലായില്ലേ? ദ്വാരക്കണമെന്നും പറഞ്ഞില്ല, ഓതിക്കോളിന്നും പറഞ്ഞില്ല, നോമ്പൊലിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇളവുണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞു. തന്നെയാണ് കാര്യം. അത്യാവശ്യം അല്ലാഹു തആല അബ്ദിന് ഈ പറഞ്ഞത് മനസ്സിലാക്കി കിട്ടിയാൽ തന്നെ അബ്ദാവും. ഉടമക്കാരനെ അബ്ദ് കണ്ടെത്തും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നോമ്പിന് ഇനി ക്ലാസ്സില്ല. നോമ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആല ഇംറാൻ ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. ഇലാ ഹളറത്തുൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഊദു ബില്ലാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد
ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി العقد من شر حاسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة. നമ്മുടെ ക്ലാസ്സിന് വരുന്ന മൂസാജി എന്തോ വീണ് പോയി എന്ന് പറഞ്ഞു. അള്ളാഹു തആല ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ. നോമ്പിന് ഇനി ക്ലാസ് ഇല്ല, പറഞ്ഞതൊക്കെ മനസ്സിലാക്കി അള്ളാഹിന്റെ പൊരുത്തം നേടാൻ എല്ലാവരും ആഗ്രഹിക്കാം. ഈ പാവപ്പെട്ടവന് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യുക, എല്ലാവരും ദുആ എടുക്കുക. ഞങ്ങൾക്ക് വേണ്ടി ദുആ ഇൻഷാ അല്ലാഹ്. കോഴിക്കോട് ഉണ്ട്, അതിന്റെ ഡേറ്റൊക്കെ അറിയിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തആല അള്ളാഹിന്റെ പൊരുത്തത്തിലായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇങ്ങോട്ടൊക്കെ എല്ലാവരും ദുആ എടുക്കുക. അതിന് വിവരമുള്ളവൻ വിവരമില്ലാത്തവനൊന്നും വ്യത്യാസമില്ല. മനസ്സിന് വിവരം ഉണ്ടായാൽ മതി. മനസ്സിന് ബോധം ഉണ്ടെങ്കിൽ വിവരം ഉണ്ടാവും. അതിന് വലിയ ആളായിട്ട് വിവരം ഉണ്ടായിട്ടും കാര്യമില്ല. മനസ്സിന് വിവരം ഉണ്ടെങ്കിൽ ഒരു വിവരം ഉണ്ടാവും. മനസ്സിന് ബോധമാണ്, അതാ വിവരം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എങ്ങനെ മാഷ മനസ്സിലാക്കില്ല? നോമ്പിന്റെ കാര്യം അതായത് അവർ ഭാര്യമാരെ സമീപിക്കൂലാണോ? അതെ 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 മാഷേ, ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ രാത്രികാലങ്ങളിലും ഭാര്യമാരെ ഹറാമാക്കിക്കൊണ്ടാണ് നോമ്പ് വന്നത് ആദ്യകാലത്ത്. പിന്നെ ഇത് പല ആളുകൾക്കും പ്രയാസപ്പെടുകയും അവരിൽ നിന്ന് അരുതായ്മ സംഭവിക്കുകയും ചെയ്തു. അതായത് ആദ്യകാലത്ത് നോമ്പ് വന്നപ്പോൾ പകല് ഭക്ഷണം പാടില്ല, ഭാര്യമാരെ രാത്രി പാടില്ല, പകലും പാടില്ല, അങ്ങനെ ആയിരുന്നു നിയമം. ആ നിയമത്തെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളഞ്ഞതാണ് ഈ ആയത്തിലൂടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രി കാലങ്ങളിൽ ഭാര്യമാരുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് അവസരം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു ധാരണ ജനങ്ങളിൽ നിന്ന് എടുത്തു നീക്കി. അപ്പോൾ പിന്നെ രാത്രി കാലങ്ങളിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്ക് വിരോധമില്ല. അതാണ് ഇപ്പൊ പറഞ്ഞ വാക്കിന്റെ താല്പര്യം. നോമ്പ് കാലത്ത് ശാരീരിക ബന്ധം പാടില്ല എന്നൊരു അബദ്ധ ധാരണ ഉണ്ടായിരുന്നു. അതായത് ഒരു നിലക്ക് അങ്ങനെയാണ് വന്നതും. പിന്നെ അത് തിരുത്തി. രാത്രി കാലങ്ങളിൽ സുബഹിയുടെ നേരം വരെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഇണകൾ ഭാര്യ ഒരേ വിരിപ്പിൽ കിടന്നുറങ്ങിയാലൊന്നും അതിന്മേൽ യാതൊരു പ്രശ്നവും വരാനില്ല എന്നാണ് പറഞ്ഞ വാക്കിന്റെ താല്പര്യം. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. പടച്ചോനെ നീ ഞങ്ങളെ കബൂലാക്കണമേ അല്ലാഹ്. ഞങ്ങളെ അബദ്ധങ്ങളെ നീ തിരുത്തി തരണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് നേര് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. എല്ലാവിധ മുസീബത്തിനെ തൊട്ടും ഞങ്ങളെ നീ കാക്കണമേ റബ്ബേ. അല്ലാഹുവേ, അഹങ്കാരത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ യഥാർത്ഥത്തിൽ ഞങ്ങൾ കുറ്റവാളികളാണെന്ന് കണ്ടെത്തി ആ കുറ്റം നിന്നിലേക്ക് ഇറക്കി വെച്ച് അല്ലാഹുവേ മോചിതരാകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ റബ്ബേ. റമദാനിൽ ഓരോ ദിവസവും അടിമ സ്വന്തം കുറ്റത്തെ കണ്ടെത്തുകയും അല്ലാഹു അവന്റെ പരിഹാരത്തിലേക്ക് ഒരു പരിഹാരമില്ലാതെ അല്ലാഹു മാത്രമാണ് അതിന്റെ പരിഹാരത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുകയാണ് നോമ്പിന്റെ ചിത്രം എന്ന് ഇന്ന് ഞങ്ങൾ കണ്ടു. അതങ്ങനെ തന്നെ പുലർത്താൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ അല്ലാഹ്. ആത്മാർത്ഥമായി ദുആ ചെയ്യാനും അതിനാവശ്യമായ വിധത്തിൽ നോമ്പിന്റെ യഥാർത്ഥ നോമ്പ് അനുഷ്ഠിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണമേ റബ്ബേ. ഞങ്ങളെ ഭാര്യ സന്താനങ്ങളെ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ. ഞങ്ങളുടെ നാട്ടിൽ നീ ഖൈർ നൽകണമേ റബ്ബേ. ഈ നോമ്പ് വരുന്നതോടുകൂടെ ഞങ്ങൾക്ക് എമ്പാടും വെള്ളം തന്ന് കിണറിലൊക്കെ വെള്ളം നിറച്ച് പ്രയാസങ്ങളെ പരിഹരിച്ചു തരണമേ തമ്പുരാനെ. മനസ്സും ശരീരവും പ്രകൃതിയും എല്ലാം നീ നന്നാക്കി റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കണമേ തമ്പുരാനെ.